morning everyone. I am Nishad, Botany faculty of Ideal English Higher Secondary School. Today we are going to discuss about the new chapter Plant Kingdom. The last class we already learned about the biological classification. From that lesson we already understood the importance of Whitaker classification. Whitaker classified the organisms into 5 important kingdoms. Kingdom Fungi, Kingdom Protista, Kingdom Monera, Kingdom Plantae and Kingdom Animalia. What basis this classification? Based on their thallus organization, cell structure, mode of nutrition, reproduction and phylogenetic relationship. ഈ ഒരു 5 ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിറ്റാക്കർ അദ്ദേഹത്തിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഓർഗാനിസത്തെ 5 കിങ്ഡങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട കിങ്ഡങ്ങളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ഫംഗൈ. നൗ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നെക്സ്റ്റ് കിങ്ഡം, കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റയെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്? നമ്മള് കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സുകൾ എല്ലാം ചേർന്ന് വരുന്ന ഒരു കാറ്റഗറിയാണ് കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നത്. കിങ്ഡം പ്ലാന്റേ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെറ്റാഫൈറ്റ. എന്താണ് പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വാട്ട് ആർ പ്ലാന്റ്സ്? ദേ ആർ യൂകാരിയോട്ടിക്, മൾട്ടിസെല്ലുലാർ, ഓട്ടോട്രോഫിക് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിലെ ഓട്ടോട്രോഫിക് പ്രൊഡ്യൂസറുകളാണ് ആരെന്ന് പറയുന്നത്? പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതെന്താണ്? യൂകാരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. Their cell wall is made up of cellulose. Our understanding of the plant kingdom has changed over a time. In the beginning, fungi, monera, protista, all these 3 organisms are included in the kingdom Plantae because of their cell wall. But later understood the cell wall composition of these 3 organisms are totally different. That is the reason why these 3 organisms are excluded from the kingdom Plantae. Here we are going to discuss about some important classification regarding to the kingdom Plantae. First one is artificial system of classification. Then natural system of classification. Next one, phylogenetic system of classification. What is artificial system of classification? The artificial system of classification based on one or few superficial morphological features like habit, color, number and shape of leaves. It is mainly based on the vegetative structure and number of andrecium. അപ്പോ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മോർഫോളജിക്കൽ ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് എക്സ്റ്റേണൽ ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എക്സാമ്പിൾ, ദ ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ ലിനേയസ്. ലിനേയസ് പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. പ്ലാന്റ് എന്നും ആനിമൽസ് എന്നുമുള്ള 2 കിങ്ഡത്തെ ലിനേയസ് ഓൾറെഡി പ്രപ്പോസ് ചെയ്തിരുന്നു. സോ ദ ലിനേയസ് ക്ലാസിഫിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. One of the drawback of this classification, the system separated closely related species. Closely related ആയിട്ടുള്ള സ്പീഷീസുകളെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സെപ്പറേറ്റ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ എപ്പോഴും ഒരേ ഗ്രൂപ്പിലാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ലിനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ വേറൊരു ഡ്രോബാക്ക് ആയിട്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ കണ്ടിരുന്നത്, this system of classification gave equal weightage of vegetative features and sexual features. So these are the 2 drawbacks related to the artificial system of classification. The next system of classification, that is natural system of classification. Natural system of classification is based not only the external features but also the
internal structures like ultrastructure, anatomy, embryology and phytochemistry taken to a consideration. അപ്പോൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒരിക്കലും എന്തുമാത്രമല്ല കൺസിഡർ ചെയ്തിരുന്നത്, എക്സ്റ്റേണൽ ഫീച്ചറുകൾ മാത്രമായിരുന്നില്ല കൺസിഡർ ചെയ്തത്, ഒപ്പം തന്നെ ഇന്റേണൽ ഫീച്ചറുകൾ, അതിന്റെ അനാറ്റമിയെ കുറിച്ചും എംബ്രിയോളജിയെ കുറിച്ചും അൾട്രാസ്ട്രക്ചറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഫൈറ്റോ കെമിസ്ട്രിയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരുന്നു ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. ഏത് തരം ക്ലാസിഫിക്കേഷനിൽ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ. എക്സാമ്പിൾ ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, that is phylogenetic system of classification, is mainly based on the evolutionary sequence and genetic relationship among the organisms. Example, Engler and Prandtl classification. The system was developed by Hutchinson. Hutchinson ആണ് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അതിനൊരു എക്സാമ്പിൾ ആണ് Engler and Prandtl classification. So important type of classification ഏതൊക്കെയാണ്? Artificial system of classification, natural system of classification and phylogenetic system of classification. Artificial system of classification is based on one or few superficial morphological features. Then another one is natural system of classification, that is based on not only the external features but also the internal structures like anatomy, embryology, ultrastructure and phytochemistry. The next one is phylogenetic classification. Phylogenetic system of classification, that is based on the evolutionary sequence and genetic relationship among the organism. These are the three important type of classification. Next one, taxonomy. What do you mean by taxonomy? You already heard about the term taxonomy in zoology. What do you mean by taxonomy? We can give a simple definition. This is the branch of biology which deals with the study of classification, nomenclature, systematics, etc. That is called taxonomy. Here we are discussing three important type of taxonomy. One is numerical taxonomy, then cytotaxonomy and chemo taxonomy. What is numerical taxonomy? This type of taxonomy is mainly based on the statistical method. This method utilizes the calculating machine and computers for evaluating the similarities and dissimilarities of species. Next one is cytotaxonomy. This type of taxonomy is mainly based on the cytological features of plants. Cytological features like cell structure, chromosome behavior and chromosome number. Based on these particular features, the organisms are classified in which type of taxonomy? Cytotaxonomy. The next one is called Chemo Taxonomy. That is mainly based on the chemical constituents in plants. Plantsകളിൽ അടങ്ങിയിട്ടുള്ള chemical constituents ന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? Chemo Taxonomy എന്ന് പറയുന്നത്. The sequencing of DNA and nature of proteins are commonly used to study the similarities of species. Calcium oxalate crystals are commonly found in 35 families of plant species. 35ഓളം ഫാമിലീസ് ഓഫ് പ്ലാന്റ് സ്പീഷീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കെമിക്കൽ കോമ്പോണന്റ് ഓർ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കാൽഷ്യം ഓക്സാലൈറ്റ് ക്രിസ്റ്റൽസ്. Is it clear? പ്രധാനമായിട്ടുള്ള ടാക്സോണമി ഏതാ? ന്യൂമറിക്കൽ ടാക്സോണമി based on the statistical method, cytotaxonomy based on the cytological feature and chemotaxonomy based on the chemical constituents found in plants. These are the three type of taxonomy. ഇനി നമുക്ക് കിങ്ഡം പ്ലാന്റൈന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കിങ്ഡം പ്ലാന്റൈനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും പല ക്രൈറ്റീരിയകൾ കാണപ്പെടും. Here the plant kingdoms are divided into 5 important divisions. One is Thallophyta or Algate, another one Bryophyta or moss, then another one Pteridophyta or ferns, then Gymnosperm and Angiosperm. ഇങ്ങനെ 5 ആയിട്ട് പ്ലാന്റ് കിങ്ഡത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാന്റ് കിങ്ഡത്തെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? Based on their thallus differentiation. ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്?
താലസ് ഡിഫറൻഷിയേഷന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു classification നടത്തിയിരിക്കുന്ന ഒരു criteria. The next one, vascular tissue is present or absent, seeds are produced or not, seeds are enclosed within a fruit or not. അപ്പോൾ ഈ പറയുന്ന ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം പ്ലാന്റ് 5 ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 5 ഡിവിഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി ആ ക്രൈറ്റീരിയകൾ പറയാം. Plant body is differentiated or not, or thallus is differentiated or not. The next one is vascular tissue is present or not. The next one is seeds are produced or not. The next one is seeds are enclosed within a fruit or not. ഈ 4 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം പ്ലാന്റയെ 5 ഡിവിഷനുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ താലോഫൈറ്റ, followed by bryophyta, then pteridophyta, gymnosperm and angiosperm. അപ്പൊ ഈ 5 ഡിവിഷനുകൾ എടുക്കുമ്പോൾ തുടക്കത്തിൽ വരുന്ന ഓർഗാനിസം ഒക്കെ എന്തായിരിക്കും? ഒരു പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആയിരിക്കും. ലോ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ ഓർഗാനിസത്തിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിസത്തിലേക്കുള്ള ഒരു ഗ്രഡേഷൻ ആയിരിക്കും നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് പ്ലാന്റ് കിങ്ഡത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് താലസ് ഡിഫറൻസിയേഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. താലസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡിയാണ്. നമുക്കറിയാം, ഒരു പ്ലാന്റ് എടുത്താൽ പ്രധാനമായിട്ടും ആ പ്ലാന്റിന് സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് എന്നുള്ള പാർട്ടുകൾ കാണപ്പെടും. അപ്പൊ ഇവിടെ പ്ലാന്റ് കിങ്ഡത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ താലസ് ഡിഫറൻസിയേഷൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് താലസ് ഡിഫറൻഷിയേറ്റഡ് ഓർ നോട്ട്. If it is not differentiated, അതായത് plant body is not differentiated into stem, root, leaf, സ്റ്റെമ്മോ റൂട്ടോ ലീഫോ ഇല്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ അത്തരം പ്ലാന്റ്സുകൾ എല്ലാം വരുന്ന ഒരു ഡിവിഷൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? താലോഫൈറ്റ അല്ലെങ്കിൽ ആൽഗകൾ എന്ന് അറിയപ്പെടുന്നത്. The study of algae is called phycology. ആൽഗകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. Is it clear? ഇനി താലസ് ഡിഫറൻഷിയേറ്റഡ് ആണെങ്കിൽ, താലസ് ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റും ആണെങ്കിൽ അത് വരുന്ന കാറ്റഗറിയാണ് ഏത്? ബ്രയോഫൈറ്റ. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം. ദീസ് ആർ ദ 2 കണ്ടക്റ്റീവ് ടിഷ്യൂസ്. ടുഗദർ വി ക്യാൻ കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്നത് സൈലവും ഫ്ലോയവുമാണ്. ആ സൈലവും ഫ്ലോയവും ഇല്ല, ഒപ്പം അതിന്റെ താലസ് എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ആണ്. ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ലീഫ്, റൂട്ട്, സ്റ്റെമ്മ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ദാറ്റ് ഈസ് ലീഫ് ലൈക്ക്, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ എക്സാക്ട് ലീഫോ എക്സാക്ട് സ്റ്റെമ്മോ എക്സാക്ട് റൂട്ടോ ആയിരിക്കത്തില്ല ബ്രയോഫൈറ്റുകൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അത് എന്ത് ആബ്സെന്റ് ആയിരിക്കും? വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഓർഗാനിസംസ് എല്ലാം വരുന്ന കാറ്റഗറിയാണ് എന്ത്? ബ്രയോഫൈറ്റ എന്നുള്ള category. Vascular tissue. What do you mean by vascular tissue? Xylem and phloem tissues are together called a vascular tissue. They are the conductive tissue, conducting water and mineral from where to where? Root to different part of the plant body. അതുപോലെ തന്നെ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? Food is transferred from one to another. That is the function done by xylem and phloem respectively. ഈ വാസ്കുലാർ ടിഷ്യൂ പ്രസന്റ് ആബ്സെന്റിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഏതാണ്? വാസ്കുലാർ ടിഷ്യൂ പ്രസന്റ്, അല്ലെ? വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ബ്രയോഫൈറ്റിൽ പെടുത്തി. ഇനി വാസ്കുലാർ ടിഷ്യൂ പ്രസന്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ നോട്ട്. വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്നും സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസം എന്നും എന്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തെ ഫെനീറോഗ്യാംസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഫെനീറോഗ്യാംസുകൾ. അതിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു? ടെറിഡോഫൈറ്റ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ് ഡിവിഷൻ ആണ് ടെറിഡോഫൈറ്റ. അപ്പൊ വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എല്ലാം ഏത് കാറ്റഗറിയിലാണ്?
ഫെനീറോഗ്യാംസുകളിലും വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസംസ് എല്ലാം ഏത് കാറ്റഗറിയിൽ വന്നു? ടെറഡോഫൈറ്റകളിൽ വന്നു. ഇനി സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള ഫെനീറോഗ്യാമുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തു. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആയിട്ടുള്ള ഫെനീറോഗ്യാമുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ദ സീഡ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഫ്രൂട്ട് ഓർ നോട്ട്. സീഡുകൾ ഫ്രൂട്ടിനകത്താണോ അതല്ലെങ്കിൽ സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് ഇല്ലയോ? സീഡ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഫ്രൂട്ട് ഓർ നോട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫെനീറോഗ്യാമുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിൽ സീഡ്സ് ആർ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ എ ഫ്രൂട്ട്, സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സുകൾ ഇല്ല എങ്കിൽ ആ ഓർഗാനിസം ഓഫ് പ്ലാന്റ്സ് എല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു? ജിംനോസ്പെർം അല്ലെങ്കിൽ നേക്കഡ് സീഡ്. നേക്കഡ് സീഡ് എന്ന് പറഞ്ഞാല് സീഡ്സ് ആർ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ എ ഫ്രൂട്ട്. അപ്പൊ ഫ്രൂട്ട് സീഡിനെ കവർ ചെയ്ത് വരാത്ത എല്ലാ ഫെനീറോഗ്യാംസുകളും ഏത് കാറ്റഗറിയിൽ വരുന്നു? ജിംനോസ്പെർം കാറ്റഗറിയിൽ വരികയും സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് ഉള്ള ഓർഗാനിസം സീഡ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഫ്രൂട്ട്സ് ദാറ്റ് ഓൾ ദ ഓർഗാനിസംസ് ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ആൻജിയോസ്പെർം. ആൻജിയോസ്പെർം കാറ്റഗറിയിലായിരിക്കും ഏത് വരുന്നത്? ആ സീഡ്സുകൾ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട് ഉള്ള ഓർഗാനിസം ഓഫ് പ്ലാന്റ്സ് ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് angiosperm or we can call flowering plants. Is it clear? അപ്പോൾ പ്രധാനമായിട്ടും 5 ഡിവിഷനുകളാണ് പ്ലാന്റ് കിങ്ഡത്തിലുള്ളത്. എന്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്? thallus is differentiated or not, vascular tissue is present or not, seeds are produced or not, seeds are enclosed within a fruit or not. Based on these 4 criteria, plant kingdom is divided into 5 important divisions: Thallophyta or algae, Bryophyta or moss, Pteridophyta or ferns, Gymnosperm and Angiosperm. Again, this Angiosperm is divided into 2 based on their number of cotyledon. Number of cotyledon. If it is 1 cotyledon, that type of angiospermic plants are called a monocotyledonous plants. If it is 2 cotyledon, that is called a dicotyledonous plants. Monocotyledonous plants example ആണ് rice, wheat, maize, etc. Dicotyledonous plants example ആണ് mango, orange. അപ്പോ പ്രധാനമായിട്ടും പ്ലാന്റ്സിനെ 5 ഡിവിഷനുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? thallus is differentiated or not, or plant body is differentiated or not, vascular tissue is present or absent, seeds are produced or not, seeds are enclosed within a fruit or not. Is it clear? So next we are going to discuss about the first division, Thallophyta. What is Thallophyta? The term derived from Greek words thallus and phyta. As you all know that phyta means plant, thallus means plant body is not differentiated into root, stem and leaf, which means Thallophyta means they do not have leaf, stem and root. That organisms are called Thallophyta. It is commonly called alga. ആൽഗകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈക്കോളജി. നമ്മളിപ്പോ ഇനി ഒരു ആൽഗയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറുകൾ പഠിക്കും, പിന്നെ അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷനുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. Lives in aquatic and terrestrial habitat. ചിലത് aquatic എന്ന് പറയുമ്പോൾ മറൈൻ ഫ്രഷ് വാട്ടർ കാണുന്നത് കൊണ്ട്, ചിലത് ടെറസ്ട്രിയൽ ഫോം എന്ന് പറയുമ്പോൾ ലാൻഡ്, സ്റ്റോൺ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കാണുന്ന ആൽഗകളുമുണ്ട്. Some of the algae are association with the fungus, that is called a lichen. Some of the algae are association with the animals, that is sloth bear. അങ്ങനെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. The algal thallus is unicellular flagellated. Example Chlamydomonas. Unicellular non-flagellated. Example Chlorella. Colonial form. Example Volvox. Some of them are multicellular filamentous. Example Eulothrix and Spirogyra. Some of them are flattened
ലീഫ് ലൈക്ക് സ്ട്രക്ചർ. എക്സാമ്പിൾ ലാമിനേറിയ. അപ്പൊ ആൽഗകള് അക്വാട്ടിക്കിലും കാണപ്പെടുന്നുണ്ട്, ടെറസ്ട്രിയൽ ഫോമിലും കാണപ്പെടുന്നുണ്ട്. അതിൽ തന്നെ യൂണിസെല്ലുലാർ ആൽഗകളും മൾട്ടി സെല്ലുലാർ ആൽഗകളും കാണപ്പെടുന്നുണ്ട്. ഫ്ലാറ്റൻഡ് ആൽഗകളും അതുപോലെ തന്നെ ഫിലമെന്റസ് ആൽഗകളും കാണപ്പെടുന്നുണ്ട്. അതിന്റെ എക്സാമ്പിളുകളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ. ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, അതുപോലെ തന്നെ യൂളോത്രിക്സ്, സ്പൈറോഗേറ, വോൾവോക്സ്, ലാമിനേറിയ, etc. Again, many algae are there. We are going to discuss later. Algae may be free floating or attached form. Some of the algae are free floating, some of them are attached form. Attached form fix the plant body with the anchoring structures called hold fast. Anchoring structure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Anchorage. റൂട്ട് പ്ലാന്റിലെ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? ആങ്കറേജ് ആണ് അല്ലെ? പ്ലാന്റിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് നടത്തുന്നു. അതുപോലെ ചില ആൽഗകൾ അറ്റാച്ച്ഡ് ഫോമിൽ കാണപ്പെടും. ആ അറ്റാച്ച്ഡ് ഫോം ഓഫ് പ്ലാന്റ് ബോഡിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹോൾഡ് ഫാസ്റ്റ്. ആ അറ്റാച്ച്ഡ് ഫോം ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലായിരിക്കും, ചിലപ്പോൾ റോക്സിലോ അല്ലെങ്കിൽ സ്റ്റോണിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും എന്ത് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ അറ്റാച്ച്ഡ് പ്ലാന്റ് ബോഡീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോൾഡ് fast. Their reproduction is vegetative reproduction, sexual reproduction and asexual reproduction. Mainly the vegetative reproduction by fragmentation, asexual reproduction by motile zoospore, and sexual reproduction is isogamous or anisogamous or oogamous. This all we already learned in previous lesson. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നും എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ലെസണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ആൽഗയുടെ റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് സാധാരണയായിട്ട് ഫ്രാഗ്മെന്റേഷൻ മെത്തേഡിലൂടെയും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏതിലൂടെയാണ്? സൂസ്പോറുകളിലൂടെയും. സെക്ഷുവൽ റീപ്രൊഡക്ഷനുകൾ ഒന്നുകിൽ ഐസോഗ്യാമസ് ആകാം. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സിമിലർ സൈസിലുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഐസോഗ്യാമസ് അല്ലെങ്കിൽ ഐസോഗ്യാമീറ്റ് എന്ന് വിളിക്കുന്നു. അനൈസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിമിലർ സൈസിലുള്ള ഓർഗാനിസംസുകൾ തമ്മിൽ അല്ലെങ്കിൽ ഡിസിമിലർ സൈസിലുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്താൽ അതിനെ അനൈസോഗ്യാമസ് എന്നും. ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒരെണ്ണം ലാർജും ഒരെണ്ണം സ്മോളും. ആൽഗകളുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒന്നുകിൽ ഐസോഗ്യാമസ് ആകാം, അല്ലെങ്കിൽ അനൈസോഗ്യാമസ് ആകാം, ഊഗ്യാമസ് ആകാം. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ സിമിലർ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത്. അത് ഫ്ലജല്ലേറ്റഡ് ആകാം, നോൺ ഫ്ലജല്ലേറ്റഡ് ആകാം, പക്ഷെ സിമിലർ സൈസുകളായിരിക്കും, സിമിലർ സൈസിലുള്ള ഗ്യാമീറ്റുകളായിരിക്കും ഫ്യൂസ് ചെയ്യുന്നത്. അതിനെ ഐസോഗ്യാമസ് എന്ന് പറയുന്നു. അനൈസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഡിസിമിലർ സൈസ് ആയിരിക്കും, അതിന്റെ ഫ്യൂഷനെ അനൈസോഗ്യാമസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അടുത്തത് ഏതാണ്? ഊഗ്യാമസ്. ഊഗ്യാമസും ഡിസിമിലർ തന്നെയാണ്. അതിൽ ഒരു പ്രത്യേകത എന്താണ്? ഒരെണ്ണം ലാർജ് ആയിരിക്കും, മറ്റൊരെണ്ണം സ്മോൾ ആയിരിക്കും. ലാർജ് സൈസും ഒരെണ്ണം സ്മോൾ സൈസിലുമുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതിനെ ഊഗ്യാമസ് എന്നും പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനുകളിൽ ഐസോഗ്യാമസും കാണിക്കുന്നുണ്ട്, അനൈസോഗ്യാമസും കാണിക്കുന്നുണ്ട്, ഊഗ്യാമസ് കണ്ടീഷനുകളും കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ആൽഗെ. ആൽഗകൾക്കുള്ള എക്സാമ്പിളുകളാണ് ചാര, യൂളോത്രിക്സ്, അൾവ, ക്ലാമിഡോമോണസ്, സ്പൈറോഗൈറ, പോർഫൈറ, ലാമിനേറിയ, ക്ലോറെല്ല, etc. These all are the different type of algae. Next we are discussing about the economic importance of algae. First one, at least half of the total carbon dioxide fixation done by algae through the process of photosynthesis. This increase the level of dissolved oxygen in water. വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂട്ടാനായിട്ട് ഏത് പ്രോസസ്സിലൂടെ? ഫോട്ടോസിന്തസിസിലൂടെ ആൽഗകൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് വഴി നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സം ഓഫ് ദ ആൽഗേസ് ആർ യൂസ്ഡ് ആസ് എ ഫുഡ്. എക്സാമ്പിൾ ലാമിനേറിയ, സർഗാസം, പോർഫൈറ. In some marine algae produce large amount of hydrocolloids. What do you mean by hydrocolloids? Water holding substances. ചില മറൈൻ ആൽഗകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് എമൗണ്ട് ഹൈഡ്രോകൊളോയിഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞാല് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ്. ആൽജിൻ ആൻഡ് കെരാജിൻ. These are the two hydrocolloid substances produced from മറൈൻ ആൽഗെ. മറൈൻ ആൽഗകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹൈഡ്രോകൊളോയിഡ് സബ്സ്റ്റൻസുകളാണ് ഏത്? ആൽജിൻ ആൻഡ് കെരാജിൻ. അതിൽ ആൽജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രൗൺ ആൽഗകളാണ്, കെരാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ് ആൽഗകളുമാണ്.
റെഡ് ആൽഗകളാണ് കെരാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്രൗൺ ആൽഗകളാണ് ആൽജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Algae are the primary producers of energy rich compounds. Next one, agar is a substance that is obtained from the red algae like Gracilaria and Gelidium. Gracilaria, Gelidium പോലുള്ള റെഡ് ആൽഗകളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അഗർ എന്ന് പറയുന്നത്. It is used as a culture mediums of bacteria, fungus and other microbes. It is also used in the preparation of ice creams and jellies. ഐസ് ക്രീമുകളുടെയും ജെല്ലീസിന്റെ ഒക്കെ പ്രിപ്പറേഷനിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് അഗർ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ അഗർ മൈക്രോബ്സിന്റെ കൾച്ചറിനും അതുപോലെ തന്നെ ഫംഗസ് കൾച്ചർ, ബാക്ടീരിയൽ കൾച്ചറിനൊക്കെ മീഡിയം ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. The next one, chlorella and spirulina are the unicellular algae which contain rich in protein. So it is used as a food supplement even by space traveler. These are the economic importance. Once again, half of the total carbon dioxide fixation done by algae through photosynthesis. Algae are the primary producers of energy rich compound. It is used as a food. Then agar is the medium that is obtained from the red algae like Gracilaria and Gelidium. It is used in the cultural medium for bacteria, fungus and other microbes. Also it is used in the preparation of ice creams and jellies. Then some of the marine algae is produced large amount of hydrocolloids like algin and carrageen. Some of the unicellular algae like chlorella and spirulina which contain rich in protein. So it is used as a food supplement even by the space traveler. These are the economic importance of algae. Algae are classified into three classes. One is Chlorophyceae, that is green algae. Another one is Phaeophyceae or brown algae. Next one is Rhodophyceae or red algae. First here we are going to discuss about the characteristics feature of Chlorophyceae. The plant bodies may be unicellular or colonial or filamentous. യൂണിസെല്ലുലാർ ഫോമിലുള്ളതോ കൊളോണിയൽ ഫോമിലുള്ളതോ അല്ലെങ്കിൽ ഫിലമെന്റസ് ഫോമിലോ ഉള്ളതായ താലസുകളായിരിക്കും ക്ലോറോഫൈസിയെ മെമ്പേഴ്സിന് കാണപ്പെടുന്നത്. Which contain a dominant pigments like chlorophyll A and B. Chlorophyll A എന്നും chlorophyll B എന്നുമുള്ള ഡൊമിനന്റ് പിഗ്മെന്റുകൾ എന്തിൽ കാണപ്പെടുന്നുണ്ട്? ക്ലോറോഫൈസിയിൽ കാണപ്പെടുന്നുണ്ട്. ആ പിഗ്മെന്റുകളാണ് അതിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് കൂടിയാണ്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് കൂടിയാണ്. The chloroplast may be discoid shape or plate-like shape or reticulate shape or spiral shape according to the സ്പീഷീസുകൾ അനുസരിച്ചുകൊണ്ട്, ഡിഫറെന്റ് സ്പീഷീസുകൾ അനുസരിച്ചുകൊണ്ട് ആ പറയുന്ന ഓർഗാനിസത്തിന്റെ ക്ലോറോപ്ലാസ്റ്റുകൾ പല ഷേപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. They have a storage bodies that is called pyrenoids which contain proteins beside starch. Algal cell wall is made up of cellulose. The algal reproductions are vegetative reproduction by fragmentation, asexual reproduction by zoospore, and sexual reproduction is fusion between gametes, that is isogamous or anisogamous or oogamous. We already learned about the isogamous, anisogamous and oogamous in last lessons. What is isogamous? Fusion between the similar sized flagellated or non-flagellated gametes, that is called isogamous condition. Then another one is anisogametes, fusion between the dissimilar sized gametes, that is called anisogamous. What is oogamous? One is the large gametes, another one is the small gamete. Fusion between the large sized gamete and smaller sized gamete, that is called oogamous. Examples: Chlamydomonas, Volvox, Eulothrix, Chara, Spirogera, etc. These are the examples of Chlorophyceae. The next category of algae, that is called Phaeophyceae or brown algae. Most of the Phaeophycean algae are marine. They are multicellular. Some of them are simple branched filamentous organs. Examples: Ectocarpus. Ectocarpus ഒരു simple branched multicellular filamentous brown algae ആണ് Ectocarpus എന്ന് പറയുന്നത്. Largest sea brown algae are called seaweeds or kelps having about 100 meter in length. One of the largest brown algae example ആണ് seaweed അല്ലെങ്കിൽ kelp എന്ന് പറയുന്ന algae. അതിന്റെ ലെങ്ത് ഏകദേശം ഒരു 100 മീറ്ററോളം ലെങ്ത് ഉള്ള ഒരു algae ആണ്
ഫിയോഫൈസിയയിൽ വരുന്ന ഒരു ആൽഗയാണ് കെൽപ്സ് അല്ലെങ്കിൽ സീവീഡ് എന്ന് അറിയപ്പെടുന്നത്. Which contain a photosynthetic pigments like chlorophyll A, chlorophyll C, xanthophyll and carotenoid. Color of the thallus is varies from olive green to various shades of the browns, depends upon the xanthophyll pigment fucoxanthin. Fucoxanthin എന്നുള്ള xanthophyll pigmentന്റെ എമൗണ്ട് അനുസരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഫിയോഫൈസിയൻ ആൽഗകളുടെ കളറുകൾ, താലസിന്റെ കളറുകൾ ഒലീവ് ഗ്രീനിൽ നിന്ന് ബ്രൗണിലേക്ക് എത്തുന്നത്. അപ്പോ സാന്തോഫിൽ പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിന്റെ എമൗണ്ട് അനുസരിച്ച് കൊണ്ടായിരിക്കും അവിടെ ഒരു കളർ വേരിയേഷൻ കാണുന്നത്, ഒലീവ് ഗ്രീനിൽ നിന്ന് ബ്രൗണിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രൗൺ ആൽഗ എന്ന് വിളിക്കുന്നത്. In Phyophyceae, food stored as a simple carbohydrate which is in the form of laminarin and mannitol. Simple carbohydrate ആയിട്ടായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. That is in the form of laminarin and mannitol. Laminarin and mannitol എന്നുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫോമിലായിരിക്കും അവിടുത്തെ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. The vegetative cell have a cellulosic wall usually covered on the outside by gelatinous coating that is called algin. ഇപ്പൊ നേരത്തെ പറഞ്ഞു ക്ലോറോഫൈസിയയുടെ സെൽ വോള് സെല്ലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഫിയോഫൈസിയയുടെ വെജിറ്റേറ്റീവ് സെല്ലിൽ എന്തുണ്ട്, ഒരു സെല്ലോസിക് വോൾ ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്, പുറത്തായിട്ട് ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആൽജിൻ. The protoplasm contain a centrally located nucleus and vacuoles. ആ ഒരു ഫിയോഫൈസിയ ആൽഗകളുടെ സെന്ററിലായിട്ട്, പ്രോട്ടോപ്ലാസത്തിന്റെ സെന്ററിലായിട്ട് ന്യൂക്ലിയസും വാക്യൂൾസുകളും കാണപ്പെടുന്നുണ്ട്. അപ്പോ വെജിറ്റേറ്റീവ് സെല്ലില് സെല്ലോസിക് വോൾ ഉണ്ട്. അത് ഔട്ട്സൈഡ് ആയിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് എന്തും കാണപ്പെടുന്നുണ്ട്, ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആൽജിൻ. വിത്തിൻ ദ പ്രോട്ടോപ്ലാസം എ സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾസ് ആൻഡ് ന്യൂക്ലിയസ്. ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലായിരിക്കും അതിന്റെ താലസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ്. The stalk of the algae is called a stipe and the leafy-like photosynthetic organ is called a frond. അപ്പോ ഈ ഇത്തരത്തിൽ ഫിയോഫൈസിയൽ കാണപ്പെടുന്നത് ഒരു ലീഫി ലൈക്ക് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ആൽഗകളാണ്. നമ്മൾ നേരത്തെ ലീഫി ലൈക്ക് ഫ്ലാറ്റൻഡ് ആൽഗകൾക്ക് എക്സാമ്പിൾ പഠിച്ചു, ലാമിനേറിയ ഒക്കെ പഠിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ആൽഗകളൊക്കെ ഏതിൽ വരുന്നതാണ്, ഈ പറയുന്ന ഫിയോഫൈസിയയിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹോൾഡ് ഫാസ്റ്റ്. അപ്പൊ അതിലെ ആ സ്റ്റോക്ക് ഓഫ് ദ ആൽഗയ്ക്ക് വിളിക്കുന്ന പേരാണ്, ആ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഓഫ് ദ ആൽഗയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റൈപ്പ് എന്നും അതിലെ ലീഫി ലൈക്ക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ലീഫി ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗനെ വിളിക്കുന്ന പേരാണ് ഫ്രോണ്ട് എന്നും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനുകൾ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയും, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോറുകൾ വഴിയും, സെക്ഷൽ റീപ്രൊഡക്ഷനുകൾ ഐസോഗ്യാമസ് ഓർ അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ് രീതിയിലുമായിരിക്കും അവിടെ നടക്കുന്നത്. എക്സാമ്പിളുകൾ എക്ടോകാർപ്പസ്, സർഗാസം, ലാമിനേറിയ, ഡിക്റ്റിയോട്ട ആൻഡ് ഫ്യൂക്കസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫിയോഫൈസിയേ. Is it clear? Next one, Rhodophyceae or red algae. Most of the red algae are marine. They are red due to the presence of the pigment R-phycoerythrin. നേരത്തെ പറഞ്ഞ ക്ലോറോഫൈസിയുടെ പിഗ്മെന്റ് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി. ദെൻ ഫിയോഫൈസിയുടെ പിഗ്മെന്റ് ക്ലോറോഫിൽ എ, സി ആൻഡ് സാന്തോഫിൽ ആൻഡ് കാരോട്ടിനോയിഡ്സ്. ഇവിടത്തെ പിഗ്മെന്റുകൾ R-phycoerythrin കൂടാതെ ക്ലോറോഫിൽ എ എന്നുള്ള പിഗ്മെന്റും ക്ലോറോഫിൽ ഡി എന്നുള്ള പിഗ്മെന്റും കൂടി അവിടെ കാണപ്പെടുന്നുണ്ട്. റോഡോഫൈസിയൽ കാണപ്പെടുന്നുണ്ട്. അതിലെ റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്, R-phycoerythrin എന്നുള്ള പിഗ്മെന്റ് ആണ്. റോഡോഫൈസിയക്ക് ആ ഒരു റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് R-phycoerythrin. Plant body is multicellular. The food is stored as a Floridian starch. Plant body multicellular ആണ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലായിരിക്കും. ഫുഡ് is stored as a Floridian starch. Sexual reproduction is oogamous type and asexual reproduction by spores and vegetative reproduction by fragmentation. Example, Polysiphonia, Gelidium, Gracilaria. These are the examples of Rhodophyceae. ഇപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗെ, റോഡോഫൈസിയ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗെ, ഫിയോഫൈസിയ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗെ. ഇനി ക്ലോറോഫൈസിയയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി,
ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, സാന്തോഫിൽ ആൻഡ് കെരോട്ടിനോയിഡ്സ്. ദെൻ റോഡോഫൈസിയയിൽ കാണപ്പെടുന്നത് ക്ലോറോഫിൽ എ, chlorophyll D and R phycoerythrin. These are the pigments found on these three classes. Then storage bodies. Chlorophyll storage bodies ne pyrenoids ennu parayunnu. Adil protein beside starch കാണപ്പെടുന്നു. അടുത്തത് ഏതാണ്? ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന സ്റ്റോറേജ് ബോഡി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഏതൊക്കെ ഫോമിലാണ്? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ഫോമിലാണ്. അടുത്തത് ഏതാണ്? റോഡോഫൈസിയൽ. റോഡോഫൈസിയൽ ഫുഡ് സ്റ്റോർഡ് ആസ് എ Floridian starch. Then example, chlorophysic example ഏതൊക്കെയാണ്? Volvox, Chara, Chlamydomonas, Spirogyra, etc. Phaeophysic example, Sargassum, Fucus. Then next one, Rhodophysiae. Rhodophysiae, Gracilaria, Gelidium, Polysiphonia, Porphyra, etc. Is it clear?